എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്, please, എന്നെ കൊല്ലരുത്. May your soul rot in hell. ഓരോ ദിവസം കഴിയുന്തോറും ഈ കുരുക്കുകളൊക്കെ മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. യൂങ്കിച്ചായൻ എന്തുകൊണ്ടായിരിക്കും ടിവിയെ കുറ്റപ്പെടുത്തുന്നത്? ടിവിയുടെ ആ കരച്ചില് ശരിക്കും എന്തായിരിക്കും ഒരു 3 പേരുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഇതിൻ്റെ എല്ലാം ഉത്തരം അറിയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ആ ഡയറി. അവൾ ഡ്രോയർ തുറന്ന് ഡയറി എടുത്ത് പയ്യെ അതിൻ്റെ പേജുകൾ മറിക്കാൻ തുടങ്ങി. കൂക്കി, ജനിച്ചായ കൂക്കി, കൂക്കി, എന്താ എന്താ ജിമിച്ചായ? നീ എന്താ ഇങ്ങനെ നോക്കി വയ്ക്കുന്നേ? എൻ്റെ ജിമിച്ചായ, ചുമ്മാ അല്ല നിങ്ങൾ ഈ ചെറുക്കനെ കണ്ടപ്പോഴേ വീണത്. എന്നാ ഗ്ലാമറാന്നേ. ഞാൻ അപ്പളേ പറഞ്ഞില്ലായിരുന്നോ? എന്തായാലും ബാ, ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാം. തേ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് എൻ്റെ കൂക്കി. ടിവി പെട്ടെന്ന് കൂക്കിയുടെ പേര് പറയുന്നത് കേട്ട് ജിമിൻ അത്ഭുതത്തോടെ അവനെ നോക്കി. നിനക്കെങ്ങനെ? ജിമിനെ, ഒന്ന് വന്നേ. ജിമിന്റെ ചോദ്യം മുഴുവനാവുന്നതിന് മുമ്പ് ജൂൺ അവനെ വിളിച്ചു. ജിമിൻ ടിവിയെ നോക്കി. അപ്പോഴാണ് ജൂണും അവനെ ശ്രദ്ധിച്ചത്. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇതാരാ ജിമിച്ചായ? ആ കൂക്കി, ഇതാ ജൂൺ. ആഹാ, ജൂണേട്ടനോ? ഞാനൊന്ന് കാണണമെന്ന് കരുതിയിരുന്നതാ. ഹായ്, ഞാൻ കൂക്കി. ഞാൻ ജിമിച്ചയുടെ റൂംമേറ്റാ. ഇതായിരുന്നോ കൂക്കി? ജീന പറഞ്ഞിരുന്നു. എനിക്കും ജൂണേട്ടനെ അറിയാം. ജിമിച്ചായൻ എപ്പോഴും ചേട്ടനെയും ചേട്ടൻ്റെ സിസ്റ്ററേയും പറ്റി പറയും. ഇത് കേട്ടതും പെട്ടെന്ന് ജിമിനും ജൂണും ടിവിയെ നോക്കി. അവനല്പം ഇറിറ്റേഷനോടെ എല്ലാം കേട്ട് നിൽക്കുകയാണ്. എൻ്റെ മാതാവേ, ഈ പെണ്ണിതെന്തൊക്കെയാ പറയുന്നേ? എൻ്റെ കുക്കി ഒന്ന് നിർത്ത്. അല്ല, ചേട്ടൻ എന്തിനാ ജിമ്മിച്ചായനെ വിളിച്ചേ? അത് പിന്നെ ഫ്രഷേഴ്സ് ഡേയുടെ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. സാരമില്ല, ഞാൻ പിന്നെ. അതെന്തിനാ പിന്നെയാക്കുന്നേ? ജിമ്മിച്ചായൻ ഇപ്പം തന്നെ വരുമല്ലോ. ചെല്ല് ജിമ്മിച്ചായ. ജിമിൻ ടിവിയെ നോക്കി. ടിവി ആവട്ടെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ജിമ്മിച്ചായ, പോയിട്ട് വാ, ഡോണ്ട് വറി. ടെവിച്ചായന് ഞാൻ കമ്പനി കൊടുത്തോളാം, അല്ലേ ടെവിച്ചായ? ടെവി അതിശയത്തോടെ കൂക്കിയെ നോക്കി. അവന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ മെല്ലെ തല ഉലുക്കി. ഓക്കെ, എന്നാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. കുക്കി, ടെവിനെ ബുദ്ധിമുട്ടിക്കല്ലേ. കൊള്ളാം, ഇങ്ങേർക്ക് ഹെൽപ്പ് ചെയ്താൽ എന്നെ പറഞ്ഞാൽ മതി. തിരിച്ചു വരട്ടെ, ഞാൻ കൊടുക്കാം. ജിമ്മി പോയി കഴിഞ്ഞപ്പോൾ ഒരു നിശബ്ദത അവരുടെ ഇടയിൽ പടർന്നു. എന്ത് സംസാരിക്കണം, ആരാദ്യം തുടങ്ങണം എന്നറിയാത്ത അവസ്ഥ. ടെവിക്ക് ഒരു സംഭാഷണം തുടങ്ങി പരിചയം ഉണ്ടായിരുന്നില്ല. കൂക്കിക്കാവട്ടെ അവളുടെ ഉള്ളിൽ അപരിചിതമായ എന്തോ ഒരു വികാരം പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ നിശബ്ദത ഭേദിക്കാൻ അവൾ തന്നെ തീരുമാനിച്ചു. ടെവിച്ചായ,
എന്താ ഒന്നും പറയാത്തേ? എന്താ, എന്നെ പേടിയാണോ? ചെവി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ഒരുപാട് സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും തിളക്കം അതിൽ പ്രതിധ്വനിക്കുന്നതായി അവന് തോന്നി. അവളുടെ ചുവന്നു തുടച്ച ചുണ്ടുകളിൽ വിരിയുന്ന അതിമനോഹരമായ വശ്യതയോടുകൂടിയുള്ള ചിരി. ഈ രൂപത്തെ ഇഷ്ടപ്പെടാനല്ലാതെ പേടിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അതോ എൻ്റെ ജിമ്മിച്ചായനോട് ചെയ്തതുപോലെ എന്നോട് മിണ്ടായിരിക്കാനാണോ ഭാവം? എന്നാ ഞാൻ നേരത്തെ പറയുക, ജിമ്മിനല്ല കൂക്കി. എൻ്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും. പെട്ടെന്ന് രവിയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. കൂക്കി ആ ചിരി കണ്ട് ഒരു നിമിഷം എല്ലാം മറന്നു നിന്നുപോയി. സോ ക്യൂട്ട്. അവൾ അറിയാതെ തന്നെ ആ വാക്കുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും പുറത്തു വന്നു. രവി അത്ഭുതത്തോടെ അവളെ നോക്കി. അവൾക്ക് പറ്റിയ അബദ്ധം കുറച്ച് വൈകിയാണ് അവൾക്ക് മനസ്സിലായി. എന്തായാലും അത് വളരെ കൂളായിട്ട് തന്നെ നേരിടാൻ അവൾ തീരുമാനിച്ചു. എന്താ നോക്കുന്നേ? ഞാനിങ്ങനെ മനസ്സിൽ തോന്നുന്നത് പുറത്ത് പറയും. കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ല. അല്ലാണ്ട് ചിലരെയൊക്കെ പോലെ വാക്കുകളൊക്കെ വായിലിട്ട് പൂട്ടിക്കൊണ്ട് നടക്കാൻ പറ്റൂ? പിന്നെ ഒരു കോംപ്ലിമെൻ്റ് കിട്ടിയാൽ തിരിച്ചൊരു താങ്ക്സ് ഒക്കെ പറയുന്നതാ ഞങ്ങളുടെ നാട്ടിലൊക്കെ രീതി. ഇനി ഇവിടൊക്കെ എങ്ങനെയാണോ ആവും. കൂക്കി സത്യത്തിൽ അത് പ്രതീക്ഷിച്ചില്ല. അവൻ്റെ ശബ്ദം ഇത് രണ്ടാമത്തെ തവണയും അത് കേൾക്കുന്നെങ്കിലും അവൻ്റെ ചിരി പോലെ തന്നെ അതും അവളുടെ ഉള്ളിൽ എന്തോ ഒരു പ്രകമ്പനം കൊള്ളിക്കുകയായിരുന്നു. അവൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൾ അവളുടെ ജിമ്മിച്ചായന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജിമ്മിച്ചായൻ്റെ സോൾമേറ്റിനെ ആക്റ്റീവാക്കി കൈ കൊടുക്കാമെന്ന്. അവളുടെ ആ ലക്ഷ്യവും സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ഒരു വിശ്വാസം അവൾക്കൊപ്പം ഉണ്ടായി. അപ്പോഴേ എന്നെ എൻ്റെ ക്ലാസ് വരെ ഒന്ന് ആക്കി തരാമോ? എനിക്ക് അറിയാത്തോണ്ടാ. ഞാനോ? പിന്നല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജിമ്മിച്ചാൻ ഇല്ലാത്തോണ്ടല്ലേ. ജിമ്മിച്ചാൻ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാതെ തന്നെ എന്നെ കൊണ്ടാക്കിയാനെ. ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞിട്ട് രവി നടന്നു. കുക്കി സ്വയം ഒരു ചിരി ചിരിച്ചിട്ട് അവൻ്റെ പിറകെ ചെന്നു. അവളുടെ ക്ലാസ് എത്തുന്നതുവരെ അവരുടെ ഇടയിൽ വീണ്ടും സുഖകരമായ ആ നിശബ്ദത പടർന്നു. അവർ പോയ വഴിയിൽ പലരും അത്ഭുതത്തോടെ അവരെ നോക്കി. പ്രധാന കാരണം അവരാരും രവിയെ ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയുടെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു കാരണം പകരം വയ്ക്കാൻ പറ്റാത്ത കൂക്കയുടെ സൗന്ദര്യമായിരുന്നു. അങ്ങനെ അവർ കൂക്കയുടെ ക്ലാസ്സിന് മുന്നിലെത്തി. രവി ഒന്നും പറയാതെ തിരികെ പോകാൻ തുടങ്ങി. രവിച്ചായ, എന്താ? താങ്ക്സ്. അവൻ വീണ്ടും ഒരു ചെറു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചിട്ട് തിരികെ നടന്നു. കൂക്കി ഒരു നിമിഷം അവൻ്റെ ആ പോക്ക് നോക്കി നിന്നു. എന്നിട്ട് അവളും തിരികെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ഇവളേതാടി? എൻ്റെ രവിയോട് സംസാരിക്കാനും മാത്രം ധൈര്യമുള്ളവള്. ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്കല്ലേ പോയേ? അപ്പം ഫസ്റ്റ് ഇയറാ. ഫസ്റ്റ് ഇയർ ആയിട്ട് ഇത്രയ്ക്ക് ധൈര്യമോ? ഇവള് രാവിലെ വന്നത് ഞാൻ കണ്ടായിരുന്നു, ജിമ്മിൻ്റെ കൂടെ. ജിമ്മിൽ രവി കോളേജ് ഹീറോസിനെ തന്നെയാണല്ലോ നോട്ട് ഔട്ടേക്കുന്നത്. എന്തായാലും ഇവളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. രവിയെ നോക്കാനെങ്ങാനും ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ എൻ്റേതാണെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ഹലോ ജിമ്മിച്ചായ, ഇതെവിടാ? നമുക്ക് പോവണ്ടേ? സോറി കോക്കീസേ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് നിൽക്കുക. ഞാൻ ദാ രവി അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവൻ വരും. രവിച്ചായനോ? ആ ശരി ശരി. അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ നോക്കിയത് രവിയുടെ മുഖത്തേക്കായിരുന്നു. വീണ്ടും അതേ നിശബ്ദത. പക്ഷേ ഇത്തവണ ആദ്യം സംസാരിച്ചത് രവിയായിരുന്നു. പോകാം. കൂക്കി പതിയെ ഒന്ന് മൂളി. രവി പയ്യെ നടക്കാൻ തുടങ്ങി. കൂക്കിയും
അവൻ്റെ ഒപ്പം ചെന്നു. പോകുന്ന വഴികളിലെല്ലാം അവർ ഓരോ കാഴ്ചകൾ കണ്ടു. പക്ഷേ അവരുടെ ഇടയിൽ ആ നിശബ്ദത അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ നിശബ്ദത അവർക്കൊരിക്കലും അസുഖകരമായി തോന്നിയില്ല. പകരം അവരറിയാത്ത ഒരു കംഫർട്ട് അവർക്ക് പരസ്പരം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കൂക്കിട ഹോസ്റ്റലിലെത്തി. വീണ്ടും നിശബ്ദതയോട് കൂടിയുള്ള ഒരു വിട പറച്ചിൽ. ടെവി കൂക്കി അവളുടെ ഹോസ്റ്റലിന് ഉള്ളിലേക്ക് കയറി പോകുന്നതുവരെ ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിന്ന് അവളെ നോക്കി. അവൾ സുരക്ഷിതയായി അകത്തെത്തി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവൻ തിരികെ നടന്നു.